ഹലോ ഗൈസ്, ബഹറിൻ ഡയറീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും എൻ്റെ യാത്രയിൽ കൂടെ കൂട്ടാമെന്ന്. ബഹറിനിൽ ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ടായത് പിന്നെ വേഗം ഇരുട്ടു കേട്ടോ. ഞാൻ ജനലൊക്കെ തുറന്നങ്ങ് നോക്കുമായിരുന്നു എത്ര ഒരുപാട് ഇരുട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. സമയം ഏകദേശം 7 മണി അടുപ്പിച്ചായിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല. കുറച്ച് വെജിറ്റബിൾസും ഫിഷും മാത്രമേ വാങ്ങിക്കാനുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വഴി. ഇത് സൈഡിലൊക്കെ ഗാർബേജ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് റെഡ് ബസ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ അത് യൂസ് ചെയ്യാവേ. ഇപ്പോൾ ഞാൻ ലുലുവിൽ എത്തി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോകുന്നത് മുകളിലോട്ടാണ് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകളിൽ ഡ്രസ്സും അതുപോലെ തന്നെ ടോയ്സും അങ്ങനെ ചുമ്മാ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ചുമ്മാ അത് കയറി ഇറങ്ങാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയിട്ട് എല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരും. പിന്നെ ഞാൻ താഴെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി. പിന്നെ ഫിഷും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ജിലേബി. എനിക്ക് സ്വീറ്റ്സിൻ്റെ സെക്ഷനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് എനിക്ക് തന്നെ കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ചത് ജിലേബിയാണേ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്ന് നമ്മൾ തിരിച്ച് പോകുകയാണ്. അപ്പോൾ ഞാൻ നടന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കയ്യിൽ പിടിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു പെറ്റ് ഷോപ്പാണ് കേട്ടോ. നമ്മൾ നടന്നു പോണ വഴിയിൽ ഇങ്ങനെ കിളികളെയും പിന്നെ മീനിനെയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി ഞാൻ അവിടെ കൂടെ പോകുമ്പോൾ ഇതൊക്കെ കണ്ട് നോക്കിയിട്ടൊക്കെയാണ് പോവാറ്. അപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്ലാറ്റിലോട്ട് നടക്കുകയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒത്തിരി കയ്യിലുള്ളത് കൊണ്ട് എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ചെന്ന പാടെ കൈ കഴുകി ഫസ്റ്റ് എടുത്തത് ജിലേബിയാണ് കേട്ടോ. കാരണം എനിക്ക് ഈ നാട്ടിലെ ജിലേബി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഫ്രഷായി വന്നിട്ട് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലുലുന്ന് തന്നെ. അപ്പോൾ നൈറ്റ് വേറെ കുക്ക് ചെയ്യാനൊന്നും എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ അത് വാങ്ങി. അപ്പോൾ അത് ഞാൻ കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പിക്കിളും സാലഡും ഉണ്ട്. നല്ലതായിരുന്നു. കാരണം നോർമലി നമ്മൾ കഴിക്കുന്ന പോലെയല്ല, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞാനതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഒരു വെൽ സ്പെൻഡ് ഹാപ്പി ഈവനിങ് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ യാത്രയിൽ നിങ്ങളെ കൂടിയതിൽ ഒത്തിരി നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.